വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെലൈക്കൺ അമർത്തുക. കുറെ കാലമായി ഹിന്ദുത്വവാദികളുടെയും ഹിന്ദു രാഷ്ട്രവാദികളുടെയും ആവശ്യമായിരുന്നു മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പോകണമെന്ന്. അത് ആൾ ഇന്ത്യ ലെവലിലാണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് മലപ്പുറം പാകിസ്ഥാനാണെന്നും അതല്ല കേരളം മൊത്തത്തിൽ പാകിസ്ഥാനാണെന്നുള്ള ചാണകച്ചൂരുള്ള വാദമാണ്. അത്തരത്തിലുള്ള വാദങ്ങളുടെ ചൂടുള്ള ചർച്ചകളായിരുന്നു കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയകളിൽ. മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രിയായ നിതീഷ് റാണയുടെ ഗോമൂത്ര പ്രസ്താവന 101 ആവർത്തിച്ചാണ് കേരളത്തിലെ ഒരു ഉയർന്ന BJP ഘടകം സായുജ്യമടഞ്ഞത്. ഈ പാകിസ്ഥാനിൽ ജീവിക്കുന്ന ചാണക സംഖ്യക്ക് 24-ലെ ഹാഷ്മിയുടെ കയ്യിൽ നിന്നും കിട്ടുന്ന മണ്ടക്ക് കൊട്ട് ഒന്ന് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് കേരളവും മലപ്പുറവും ഒക്കെ പാകിസ്ഥാൻ ആവുന്നതെന്നും നമുക്ക് ഈ ചാണക സംഖ്യയിൽ നിന്നും മനസ്സിലാക്കാം. 24-ന്റെ വേദിയിൽ മൂക്കുകാരിൽ പൊട്ടി നിൽക്കുന്ന S ജയസൂര്യയെയും ചാട്ടക്കടിക്കുന്ന ഹാഷ്മിയെയും ഒന്ന് കണ്ടുവരാം. ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞതാണ്, നിങ്ങൾ നോർത്തിലെ സംസ്ഥാനങ്ങളിലേക്ക് നോക്കൂ, അവിടെ ഹിന്ദുക്കൾക്കൊരു ഭക്ഷണം, മുസ്ലിങ്ങൾക്ക് മറ്റൊരു ഭക്ഷണം, ഹിന്ദുക്കൾക്കൊരു വസ്ത്രം, മുസ്ലിങ്ങൾക്ക് മറ്റൊരു വസ്ത്രം. കേരളത്തിൽ ഇതൊന്നുമില്ല. ഇത് കേരളത്തിന് ഒരേ ഒരു ഭക്ഷണം, ഒരേ ഒരു രീതി, ഒരേ ഒരു ഭാഷ. കേരളം ഈ പറയുന്ന മതങ്ങളൊക്കെയും ചേർന്ന് സമഞ്ജസമായി ജീവിക്കുന്ന മനോഹര സ്ഥലമാണ് എന്ന് പറഞ്ഞ ആളുടെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ്. താങ്കൾ പറഞ്ഞ ആ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറുണ്ടോ ശ്രീ S ജയസൂര്യൻ? കേരളം മിനി പാകിസ്ഥാനാണ് എന്ന താങ്കളുടെ ആ പ്രസ്താവന? ഞാൻ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, തെളിവ് ഹാജരാക്കാൻ തയ്യാറാണ്. അത് പ്രക്ഷേപണം ചെയ്യാനുള്ള ധൈര്യമുണ്ടോ ഈ ചാനലിന് എന്ന് ആദ്യം തന്നെ ചോദിക്കുന്നു. കേരളം, മലയാളം, മലയാളി, അതുപോലെ തന്നെ വലിയ മതേതരത്വം, സൗഹാർദ്ദം, സ്നേഹം ഇതൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കേരളമുണ്ടായപ്പോൾ മലയാളം എന്ന ഭാഷയുണ്ടായ, ആ മലയാള ഭാഷയ്ക്ക് പൂർണ്ണ രൂപം കൊടുത്ത, അതിൽ ആദ്യത്തെ ആധ്യാത്മിക ഗ്രന്ഥമായിട്ടുള്ള ആദികാവ്യമായ രാമായണം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ കേരളത്തിൽ മലപ്പുറത്ത് അനുവാദമില്ലാത്തിടത്തോളം കാലം ഞാൻ വീണ്ടും പറയും, ഇത് പാകിസ്ഥാൻ തന്നെയാണ്. പാകിസ്ഥാൻ അല്ല എന്ന് പറയുന്നവർ താങ്കൾ പറയുന്നത് ഭരണഘടനാ വിരുദ്ധ പ്രസ്താവനയാണെന്ന ബോധ്യം താങ്കൾക്കുണ്ടോ? പ്രതിമ താങ്കൾ പറയുന്നത് ഭരണഘടനാ വിരുദ്ധ പ്രസ്താവനയാണെന്ന ബോധ്യം താങ്കൾക്കുണ്ടോ? താങ്കൾ പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായ രാജ്യദ്രോഹ പ്രസ്താവനയാണെന്ന ബോധ്യം BJPയുടെ സംസ്ഥാന നേതാവിനുണ്ടോ? താങ്കൾ പറയുന്നത് BJPയുടെ സംസ്ഥാന നിലപാടാണോ? കെ സുരേന്ദ്രൻ നിലപാടാണോ? കേരളം പാകിസ്ഥാനാണ്, അത് കെ സുരേന്ദ്രൻ നിലപാടാണോ? എനിക്ക് മറുപടി പറയാമോ? താങ്കൾ പറയുന്നത് രാജ്യദ്രോഹമാണ് ജയസൂര്യൻ. മറുപടി വേണോ? താങ്കൾ പറയുന്നത് രാജ്യദ്രോഹമാണ്. അല്ല, എനിക്ക് മറുപടി പറയാമോ? മറുപടി വേണോ? ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. കേരളത്തെക്കുറിച്ച് ഇത്ര വലിയ അഭിമാനമുണ്ടെങ്കിൽ, ആ അഭിമാനം ആത്മാർത്ഥമാണെങ്കിൽ, കള്ളത്തരമല്ലെങ്കിൽ, തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ സാധിക്കാത്തത് ഇത് പാകിസ്ഥാൻ ആയതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ സ്ഥാപിച്ചിട്ട് പറ ഇത് പാകിസ്ഥാൻ അല്ലാന്ന്. അല്ലാത്തടത്തോളം കാലം 1000 തവണ ഞാൻ പറയും ഇത് പാകിസ്ഥാനാണ്. അതുപോലെ വേറൊരു കാര്യം കൂടെ പറഞ്ഞല്ലോ, ഇവിടെ വേറെ ഭാഷയില്ല, വേറെ വസ്ത്രമില്ല, വേറെ ഭക്ഷണമില്ല. കേരളത്തിൽ ഒരു 40 കൊല്ലം മുമ്പ് റാണെ ഒടുവിൽ തിരുത്തി. റാണെ തിരുത്തല്ല, റാണെ പറഞ്ഞോട്ടെ. അല്ല ജയസൂർ, അല്ല താങ്കൾ ഇങ്ങനെ രാജ്യദ്രോഹം പറഞ്ഞുകൊണ്ടിരിക്കാവോ? ആരും അത് അനുവദിക്കാവോ ഒരു ചാനൽ എന്നുള്ള നിലയ്ക്ക്? ജയസൂര്യൻ ഇവിടെ റാണെ പറയുകയാണ് കേരളം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്, പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് പുള്ളിക്ക് ഒരു ചളിപ്പ് തോന്നി. ഈ രാജീവ് ചന്ദ്രശേഖർ അത് കേട്ടു. രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ് ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് എന്ന് പറയുകയാണ്. ഇനി ശ്രീ ജയസൂര്യൻ പറയുന്ന SDP PFI ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, അതാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ SDP വോട്ട് വാങ്ങിച്ച ഒരു MP പേര് ഞാൻ പറയട്ടെ ജയസൂര്യൻ? പറഞ്ഞോട്ടെ, പറയൂ, ധൈര്യമുണ്ടെ പറയൂ. അദ്ദേഹം തന്നെ പറയട്ടെ. വിളയോ സുരേഷ് ഗോപി MP ബൈറ്റ് വിളയോ? കോൺഗ്രസിലെ മനുഷ്യർ എനിക്ക് വോട്ട് ചെയ്തു, CPM-ലെയും CPI-ലെയും. എന്തിന്? SDPI-ലെ മനുഷ്യർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. 0 വോട്ടായിരുന്നിടത്ത് എനിക്ക് 6 വോട്ട് കിട്ടി. ആ 6 കുടുംബങ്ങളെയും ഞാൻ സംരക്ഷിക്കും. താങ്കളുടെ ഭാഷയിലെ മിനി പാകിസ്ഥാനിലെ അങ്ങയുടെ MP സുരേഷ് ഗോപി പറഞ്ഞ എനിക്ക് SDPയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്.
ഉണ്ട്. SDP-യുടെ വോട്ട് വരെ വാങ്ങാൻ മാത്രം കഴിവുള്ള ആളാണ് സുരേഷ് ഗോപി. SDP-യുടെ വോട്ട് അതിൽ BJP മേടിക്കും. ഒരു അപ്പൊ SDP-യോട് നിങ്ങൾ ഈ പറഞ്ഞ വിരോധമൊക്കെ ചുമ്മാ ഉടായിപ്പാ അല്ലേ? SDP-യുടെ വോട്ട് BJP വാങ്ങും അല്ലേ ജയസൂര്യൻ? അല്ല, ഞാൻ ചോദിച്ച അല്ല, ഒറ്റ മിനിറ്റ് ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ SDP അത് സുരേഷ് ഗോപി കൃത്യമായി പറഞ്ഞു. പിന്നെ എന്നോട് വീണ്ടും ചോദിക്കേണ്ട കാര്യം അല്ല, താങ്കൾ പറഞ്ഞാണ് SDP-യുടെ വോട്ട് വരെ വാങ്ങാൻ കഴിവുള്ളൂ. അപ്പൊ SDP വോട്ട് തന്നാൽ വാങ്ങും BJP. അതിലൂടെ പതിത്തമില്ല അല്ലേ? SDP-യുടെ വോട്ടിലൂടെ പതിത്തമുണ്ടോ ജയസൂര്യന്? ഇല്ലല്ലോ. വാങ്ങും, ഒരു സംശയമില്ല, ഒരു സംശയമില്ല. പക്ഷെ എന്റെ ചോദ്യത്തിന് മറുപടി ഇല്ലല്ലോ. ഹാഷ്മി മറുപടി പറ. പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കാത്ത മലപ്പുറം പാകിസ്ഥാനല്ലേ? കേരളമുള്ള പാകിസ്ഥാൻ തവണ പറയും പാകിസ്ഥാനാണെന്ന്. കേരളമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. താങ്കൾ പറയുന്നത് മലപ്പുറം കേരളത്തിനകത്താണ്. സാറേ, പാകിസ്ഥാനിൽ ജീവിക്കാൻ നാണമുണ്ടോ ജയസൂര്യ? പാകിസ്ഥാനിൽ ജീവിക്കാൻ അങ്ങേക്ക് നാണമുണ്ടോ? പാകിസ്ഥാനെ ശുദ്ധീകരിക്കും. പാകിസ്ഥാനിൽ ജീവിക്കാൻ അങ്ങേക്ക് നാണമുണ്ടോ ജയസൂര്യ? ഒരു നാണമില്ല. പാകിസ്ഥാനെ ശുദ്ധീകരിക്കും. എന്നാ ഒരു കാര്യം പറയാം. എന്റെ സംസ്ഥാനത്തെ പറ്റി, എന്റെ രാജ്യത്തെ പറ്റി താങ്കൾ ഇരുന്ന് മര്യാദയോട് പറയരുത്. എന്റെ രാജ്യത്തെ പറ്റി താങ്കൾ ഇരുന്ന് മര്യാദയോട് പറയരുത്. എന്റെ രാജ്യം പാകിസ്ഥാനല്ല, എന്റെ രാജ്യം ഇന്ത്യ. തുഞ്ചത്തച്ഛൻ അവിടെ നിൽക്കട്ടെ, എഴുത്തച്ഛൻ അവിടെ നിൽക്കട്ടെ. ജയസൂര്യ, എന്റെ രാജ്യത്തെ പറ്റി മര്യാദയോട് പറയരുത്. എന്റെ രാജ്യം ഇന്ത്യ, എന്റെ രാജ്യം, എന്റെ സംസ്ഥാനം ഇന്ത്യയിലാണ്, പാകിസ്ഥാൻ അല്ല. ജയസൂര്യനാ മര്യാദയോട് പറയുന്നത്. പച്ച മര്യാദയോട്, പച്ച നെറുകയോട് പറഞ്ഞ ജയസൂര്യനാ. രാജ്യദ്രോഹം പറഞ്ഞ ജയസൂര്യനാ. വർഗീയ വിഷം ഇങ്ങനെ ചീറ്റാവോ? വർഗീയ വിഷം ഇങ്ങനെ ചീറ്റാവോ ഒരു മുതിർന്ന നേതാവ്? മറുപടിയില്ലാതെ വർഗീയ വിഷം ഇങ്ങനെ ചീറ്റാവോ ഒരു മുതിർന്ന നേതാവ്? നമ്മൾ ജീവിക്കുന്ന രാജ്യത്തെ പറ്റി മര്യാദയോട് പറയുന്നു. നിർത്തിക്കോ. എന്റെ രാജ്യം ഇന്ത്യയാണ്, പാകിസ്ഥാൻ അല്ല. പാകിസ്ഥാൻ ഉളുപ്പില്ലാതെ പറയുന്നു. പാകിസ്ഥാൻ ഉളുപ്പില്ലാതെ ആവർത്തിക്കുന്നു. നിങ്ങളാണ് മര്യാദക്കേട് പറയുന്നത്. അപ്പോ നിങ്ങൾ എന്താ തുഞ്ചത്തെഴുത്തച്ഛനെ കുറിച്ച് ചോദിച്ചപ്പോ മറുപടി രാമായണത്തെ കുറിച്ച്, തുഞ്ചത്തെഴുത്തച്ഛനെ കുറിച്ച്, മലയാളത്തെ കുറിച്ച് അതൊക്കെ സംസാരിക്കാവുന്നേ. അതൊക്കെ നമുക്ക് ആവോളം ചർച്ച ചെയ്യാം. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാം. ആദ്യം താങ്കൾ പറയുന്ന ഈ മര്യാദകേട്, വെളിവുകേട് നിർത്ത്. താങ്കൾ ഈ പറയുന്ന കേരളം പാകിസ്ഥാനാണ്, താങ്കൾ ഇന്ത്യ പാകിസ്ഥാനാണെന്ന് താങ്കൾ പറയുന്നത് അല്ലേ? SDP-യുടെ വോട്ട് വാങ്ങാൻ മടിയില്ലാത്ത ജയസൂര്യ, താങ്കൾ നിർത്ത്, ഈ വെളിവുകേട് നിർത്ത്. ഞാൻ കേരളത്തെ കുറിച്ചാണ് പറഞ്ഞത്. എന്ത്? കേരളം ഇന്ത്യയിലല്ലേ? കേരളം ഇന്ത്യയിലല്ലേ? ഞാൻ കേരളത്തെ കുറിച്ചാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനം പാകിസ്ഥാനാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ താങ്കൾ പറയുക. തികഞ്ഞ രാജ്യദ്രോഹം പറയുന്ന താങ്കൾ, തികഞ്ഞ രാജ്യദ്രോഹം. PK നവാസ് ആവർത്തിക്കുകയാണ്. ഏതോ തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ എന്ന് പറഞ്ഞിട്ട് കേരളം പാകിസ്ഥാൻ ആവർത്തിക്കുക. ഈ ജയസൂര്യൻ രാജ്യദ്രോഹം പറയുക, ആവർത്തിക്കുക. അനുവദിക്കാൻ കഴിയില്ല. ആവർത്തിക്കും. ജയസൂര്യൻ പാകിസ്ഥാൻകാരനാണ്. ഈ തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ വെക്കാത്ത സ്ഥലത്ത് ജയസൂര്യൻ BJP-യുടെ സംസ്ഥാന നേതാവ് എന്ന് പറയുക, ജയസൂര്യൻ പാകിസ്ഥാൻകാരാണെന്ന് പറയുക. താങ്കൾ പറയുന്ന വെളിവുകേടിന്റെ ആഴം താങ്കൾക്ക് ബോധ്യമുണ്ടോ? BJP-യുടെ സംസ്ഥാന നേതാവേ, BJP-യുടെ സംസ്ഥാന നേതാവേ, അങ്ങ് ജീവിക്കുന്നത് പാകിസ്ഥാനിലാണ് എന്ന് അങ്ങ് വന്നിട്ട് തുറന്നു പറയുക. മലപ്പുറത്തെ തുഞ്ചത്തെഴുത്തച്ഛന്റെ, മലപ്പുറത്തെ മണ്ണാങ്കട്ട നവാസ്. അതെന്താ ഞാനിത് തുറന്നു പറയുന്നതിന് കാരണമുണ്ടല്ലോ. ആ കാരണവും പറഞ്ഞല്ലോ. താങ്കൾ പറഞ്ഞൊരു കാരണമാണ് തുഞ്ചത്ത്. താങ്കൾ മര്യാദകേടിന്റെ പരമാവധി പറഞ്ഞിട്ട് അത് ആവർത്തിച്ചിട്ട് താങ്കൾ പറയുന്നതാണോ മലപ്പുറത്തെ എന്തോ മണ്ണാങ്കട്ട? മലപ്പുറത്തെ മണ്ണാങ്കട്ടയോ? നവാസ് എന്താ? മലപ്പുറത്ത് മണ്ണാങ്കട്ടയാണോ? തുഞ്ചത്തെഴുത്തച്ഛൻ മണ്ണാങ്കട്ടയാണോ? തുഞ്ചത്തെഴുത്തച്ഛൻ മണ്ണാങ്കട്ടയാണോ? ഈ തുഞ്ചത്തെഴുത്തച്ഛൻ എനിക്കറിയാം. താങ്കൾ പറഞ്ഞ വെളിവുകേടിനെ മറക്കാൻ എന്തെങ്കിലുമൊക്കെ പറയരുത്. താങ്കൾ പറഞ്ഞ രാജ്യദ്രോഹ ഭാഷയെ പറ്റി മറക്കാൻ എന്തെങ്കിലുമൊക്കെ പറയരുത്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന താങ്കൾ പറഞ്ഞ രാജ്യദ്രോഹത്തെ മറക്കാൻ എന്തെങ്കിലുമൊക്കെ വെളിവുകേട് പറയാവോ? ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്തെഴുത്തച്ഛനെ മണ്ണാങ്കട്ട എന്ന് ആഷ്മിക്ക് വിളിക്കാമെങ്കിൽ അങ്ങ് വളച്ചൊടിച്ച് ഒരു കുഴപ്പമില്ല. രാജ്യദ്രോഹിയല്ലേ? അങ്ങ് വളച്ചൊടിച്ച് ഒരു കുഴപ്പമില്ല. ഇന്ത്യ പാകിസ്ഥാൻ താങ്കളെ രാജ്യദ്രോഹി. ഇന്ത്യ പാകിസ്ഥാൻ താങ്കൾ വിളിച്ചു. ഈ അതിന്റെ സംസ്ഥാനത്തെ കേരളത്തിലെ പാകിസ്ഥാൻ താങ്കൾ ആവർത്തിക്കുന്നു. താങ്കൾ ആ രാജ്യദ്രോഹം പറയുന്നത് ഞാനല്ല. മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രിയായ നിതീഷ് റാണ കത്തിച്ചുവിട്ട റോക്കറ്റിന്റെ അറ്റം പിടിച്ചാണ് കേരളത്തിലെ BJP-യിലെ സംസ്ഥാന ഘടകം യാതൊരു ഉളുപ്പുമില്ലാതെ കേരളത്തെ പാകിസ്ഥാനോട് തുല്യം ചാർത്തിയത്. തുല്യം ചാർത്തിയതല്ല, പാകിസ്ഥാനാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. കേരളം പാകിസ്ഥാനാവാൻ പ്രധാന കാരണം കേരളത്തിൽ മലപ്പുറവും മലപ്പുറത്തെ മുസൽമാന്മാരും ഉണ്ടായതുകൊണ്ടാണ്. S ജയസൂര്യ എന്ന വിഡ്ഢി കുഷ്മാണ്ഡം അറിയുന്നില്ല, മലപ്പുറം പാകിസ്ഥാനായാലും കേരളം പാകിസ്ഥാനായാലും ഈ രണ്ടും കൂടി ചേർന്ന ഒരു വലിയ രാജ്യമാണ് ഇന്ത്യ എന്ന സത്യം.
ഇന്ത്യയിലെ കേരളവും മലപ്പുറവും പാകിസ്ഥാനായി മാറാനുള്ള പ്രധാന കാരണമായി പറയുന്നത് മലപ്പുറത്തുകാർ മലയാള ഭാഷാപിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. എഴുത്തച്ഛന്റെ പ്രതിമ മലപ്പുറത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജന്മനാടായ തിരൂരിൽ സ്ഥാപിക്കാൻ കഴിയുന്നില്ല എന്നതാണ് അവരെ വളരെയധികം സങ്കടപ്പെടുത്തുന്ന വിഷയം. അതിന് വിഘാതമായി നിൽക്കുന്നത് മലപ്പുറത്തെ മാപ്പിളമാരാണെന്നുള്ളതാണ് അതിലേറെ സങ്കടം. ഞാനൊന്ന് ചോദിക്കട്ടെ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ജനിച്ചത് 1495 പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ കുറിച്ച് വ്യക്തമായ അറിവ് ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള തുഞ്ചത്ത് എഴുത്തച്ഛനെ കേരളക്കരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത് അദ്ദേഹം മലയാള ഭാഷയെ വാനോളം ഉയർത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭാഷാപിതാവ് എന്ന പേരിലും അറിയപ്പെടുന്നു. അങ്ങനെയുള്ളൊരു മഹാമനുഷ്യന്റെ പ്രതിമ മലയാളക്കരയിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല എന്നതിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ലജ്ജിക്കേണ്ടതുണ്ട്. അതല്ലാതെ അതിന്റെ ഉത്തരവാദിത്തം മലപ്പുറം ജില്ലയിലെ മാപ്പിളമാരുടെ നെഞ്ചത്തേക്ക് കെട്ടിവെക്കലല്ല. 1495 ജനിച്ച ഒരു മനുഷ്യന് 4-5 നൂറ്റാണ്ടുകൾക്കിടയിൽ ഒരു പ്രതിമ സ്ഥാപിക്കാൻ കഴിയാതെ പോയത് മലപ്പുറത്തെ മാപ്പിളമാരെ കൊണ്ടാണെന്ന് പറയാൻ ലജ്ജയില്ലേ ജയസൂര്യ? കേരള രാഷ്ട്രീയത്തിൽ വല്ലപ്പോഴും അധികാരത്തിൽ വരുന്ന മുസ്ലിം പ്രാതിനിധ്യമുള്ള ലീഗ് എന്ന സംഘടനയാണോ അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് വിഘാതം? അതല്ലാതെ ഭരണത്തിന്റെ ഓരം ചേർന്ന് പോകാൻ മുസ്ലിം പ്രാതിനിധ്യമുള്ള മറ്റൊരു പാർട്ടിയും ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ മുസ്ലിങ്ങൾക്ക് നേടിയെടുക്കേണ്ട എന്തെല്ലാം കാര്യങ്ങൾക്ക് മുമ്പിൽ ലീഗ് നിസ്സഹായരായി നോക്കി നിന്നിട്ടുണ്ട്. ആ മുസ്ലിം ലീഗോ മലബാറിലെ മാപ്പിളമാരോ വിചാരിച്ചാൽ തടയാൻ കഴിയുന്നതാണോ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപനം? എന്തുകൊണ്ടാണ് തുഞ്ചൻ മഠത്തിനുള്ളിൽ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കാതെ പോയത്? അത്രയും വലിയൊരു സ്മാരകം പണിയാൻ തടസ്സമുണ്ടാവാതിരുന്നിടത്ത് എങ്ങനെയാണ് ഒരു പ്രതിമ മാത്രം സ്ഥാപിക്കാൻ തടസ്സമുണ്ടാവുക? തുഞ്ചത്ത് എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് തടസ്സം ഇവിടുത്തെ മുസ്ലിങ്ങളിൽ നിന്ന് ജയസൂര്യ അടക്കമുള്ള ചാണക സംഖ്യകൾക്ക് നന്നായി അറിയാം. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള ഭാഷയെ പരിപോഷിപ്പിച്ച് മഹത് വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിൽ ആരും ഹാലിളകുകയില്ല. തുഞ്ചത്ത് എഴുത്തച്ഛന്റെ പ്രതിമ ഏതെങ്കിലും മതത്തിന്റെ വളർച്ചക്കോ തകർച്ചക്കോ കാരണമാകുന്നില്ലെന്ന് ഉത്ഭുതരായ കേരളീയർക്കറിയാം. പിന്നെ എന്തിനാണ് ഒരു പ്രതിമയുടെ പേരിൽ മലപ്പുറവും കേരളവും ഒക്കെ പാകിസ്ഥാനാവുന്നത്? എനിക്കൊന്നേ പറയാനുള്ളൂ, മലപ്പുറം പാകിസ്ഥാനാണെങ്കിൽ, കേരളം പാകിസ്ഥാനാണെങ്കിൽ എന്തിനാണ് ഈ പാകിസ്ഥാനിൽ ഉളുപ്പില്ലാതെ ഈ ചാണക സംഖ്യകൾ അള്ളിപ്പിടിച്ചു കിടക്കുന്നത്? അവർക്ക് വല്ല UP-യിലോ മറ്റു വടക്കൻ സംസ്ഥാനങ്ങളിലോ പോയി പണ്ടാരം അടങ്ങരുതോ? അങ്ങനെ പോവാതിരിക്കാനുള്ള കാരണവും ജയസൂര്യ പറയുന്നുണ്ട്. പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കാത്ത മലപ്പുറം പാകിസ്ഥാനല്ലേ? കേരളമാണല്ലോ പാകിസ്ഥാൻ പറയും പാകിസ്ഥാനാണെന്ന്. കേരളമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. താങ്കൾ പറയുന്നത് മലപ്പുറം കേരളത്തിനകത്താണ്. സാറേ, പാകിസ്ഥാനിൽ ജീവിക്കാൻ നാണമുണ്ടോ ജയസൂര്യ? പാകിസ്ഥാനിൽ ജീവിക്കാൻ അങ്ങേക്ക് നാണമുണ്ടോ? പാകിസ്ഥാനെ ശുദ്ധീകരിക്കും. പാകിസ്ഥാനിൽ ജീവിക്കാൻ അങ്ങേക്ക് നാണമുണ്ടോ ജയസൂര്യ? ഒരു നാണമില്ല. പാകിസ്ഥാനെ ശുദ്ധീകരിക്കും. പാകിസ്ഥാനെ ശുദ്ധീകരിക്കും. പാകിസ്ഥാനെ ശുദ്ധീകരിക്കും. ആ ശുദ്ധീകരണ പൊതി മനസ്സിൽ വെച്ചാൽ മതി എന്നേ പറയാനുള്ളൂ. കേരളത്തിലെ മനുഷ്യർ ഗോമൂത്രമല്ല കുടിക്കുന്നത് എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. കേരളം പാകിസ്ഥാനാവുന്നത് SDPI PFI സംഘടനകളുടെ സാന്നിധ്യമായിരിക്കണം. എന്നാൽ ആ പാകിസ്ഥാനി സംഘടനകളുടെ വോട്ട് വരെ വാങ്ങി ജയിക്കാൻ ചാണസംഖ്യകൾ പ്രാപ്തരാണെന്ന് ജയസൂര്യ പറയുന്നുണ്ട് താനും. കോൺഗ്രസിലെ മനുഷ്യർ എനിക്ക് വോട്ട് ചെയ്തു, CPM-ലെയും CPI-ലെയും. എന്തിന്? SDPI-ലെ മനുഷ്യർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. 0 വോട്ടായിരുന്നിടത്ത് എനിക്ക് 6 വോട്ട് കിട്ടി. ആ 6 കുടുംബങ്ങളെയും ഞാൻ സംരക്ഷിക്കും. താങ്കളുടെ ഭാഷയിലെ മിനി പാകിസ്ഥാനിലെ അങ്ങയുടെ MP സുരേഷ് ഗോപി പറഞ്ഞ എനിക്ക് SDPI-യുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. ഉണ്ട്. SDPI-യുടെ വോട്ട് വരെ വാങ്ങാൻ മാത്രം കഴിവുള്ള ആളാണ് സുരേഷ് ഗോപി. SDPI-യുടെ വോട്ട് BJP മേടിക്കും. അപ്പൊ SDPI-യോട് നിങ്ങൾ ഈ പറഞ്ഞ വിരോധമൊക്കെ ചുമ്മാ ഉടായിപ്പ അല്ലേ? SDPI-യുടെ വോട്ട് BJP വാങ്ങും അല്ലേ ജയസൂര്യൻ? അല്ല, ഞാൻ ചോദിച്ച ഒറ്റ അത് സുരേഷ് ഗോപി കൃത്യമായി പറഞ്ഞു. പിന്നെ എന്നോട് വീണ്ടും ചോദിക്കേണ്ട കാര്യം അല്ല, താങ്കൾ പറഞ്ഞാണ് SDPI-യുടെ വോട്ട് വരെ വാങ്ങാൻ കഴിവുള്ള. അപ്പൊ SDPI വോട്ട് തന്നാൽ വാങ്ങും BJP. അതിനോട് പതിത്തമില്ല അല്ലേ? SDPI-യുടെ വോട്ടിനോട് പതിത്തം ഉണ്ടോ ജയസൂര്യന്? ഇല്ലല്ലോ. വാങ്ങും. ഒരു സംശയമില്ല. ഒരു സംശയമില്ല. പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ ജയസൂര്യ വിലമതിക്കുന്നുണ്ട്. പോത്തിറച്ചി ഹറാമാണെങ്കിലും പോത്തിറച്ചി കിട്ടിയാൽ കഴിക്കുമെന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ. ഇവിടെ ഹാസ്മി പാകിസ്ഥാനെ കുറിച്ച് ചോദിക്കുന്നു,
ജയസൂര്യ പ്രതിമയെക്കുറിച്ച് പറയുന്നു. എന്താ ചെയ്യല്ലേ? ചാണകത്തിന് ചാണകമാകാനല്ലേ കഴിയൂ, തലച്ചോറാവാൻ കഴിയില്ലല്ലോ.